ഡൈ അടിച്ചപ്പോഴത്തേ കറുത്തതേതാ വെളുത്തതാന്ന് അറിയാൻ മേലാത്ത അവസ്ഥയായി. കാടടച്ച് വെടിവെക്കേണ്ട വരും. അത് നേരാ. ഇപ്പൊ അമ്മേന്റെ അവസ്ഥയായി സുഭാഷ് ചേട്ടന്റെ മോന്ത. അതിനാ അത് ചീഞ്ഞവനെ താങ്ങാൻ വന്നവരല്ല ഇപ്പൊ അതിനേക്കാളും നാറിയ അവസ്ഥയിൽ അവിടെ നിൽക്കുന്നത്. നിങ്ങൾ ഇന്നലെ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോ രാത്രി ബിയർ മേടിച്ചു കുടിച്ചു അല്ലേ? ഞാൻ കുപ്പി കണ്ടല്ലോ. ഓഹോ, ഞാനിപ്പോൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരും. അപ്പം ബാത്റൂമിനെ സംബന്ധിച്ചിട്ടുള്ള എന്ത് കാര്യം വേണമെന്ന് ചോദിച്ചു. വീട്ടിലെ കാര്യം ഞാൻ വീട്ടിലോട്ട് കയറിയ ശേഷം എനിക്കിപ്പം വീട്ടിൽ കയറണേ, അങ്ങോട്ട് പോയി. അച്ഛൻ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന് ഷട്ടർ വന്നു ആർക്കും മുക്കുന്ന. അതെന്നറിയോ, അത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പം മോനിപ്പം എപ്പോഴും ന്യൂസ് കാണുന്നത് ഒന്നുകിൽ മുല്ലപ്പെരിയാറിനെ പറ്റി ഇന്നലെ കണ്ടില്ലേ, പിന്നെ ഹേമ കമ്മിറ്റിയുടെ അത് മോനിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് രണ്ടും കൂടെ കണ്ടിട്ടുണ്ടല്ലോ, മിക്സായി വന്നതാണ് ഷട്ടറാൻ മുട്ടുന്നത് ഇതുപോലെ തോന്നുന്നു കേട്ടോ. എടി എൻ്റെ മനസ്സിൽ ഒരു കിടിലൻ ട്രെൻഡിങ് സ്റ്റോറി ഉണ്ട്. ഇപ്പോഴത്തെ മലയാള സിനിമ നടക്കുന്ന കോലാഹലങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഇതാരെങ്കിലും സിനിമയാക്കുന്നതിന് മുമ്പുണ്ടല്ലോ ഇതൊന്ന് എഴുതി സെറ്റാക്കി ആരെങ്കിലും ഒന്ന് കാണിച്ചോണ്ടല്ലോ, ട്രെൻഡിങ്. ശരിയാ, പറ്റിയ സമയം ഇപ്പൊ പോകാനായിട്ട്. എളുപ്പം ഈ കഥയായിട്ടെ അമ്മയുടെ ഓഫീസ് അടയ്ക്കാൻ നിൽക്കും. അടയ്ക്കുന്നതിന് മുമ്പ് എളുപ്പം ചെലാങ്ങി കൊടുത്തിട്ടുണ്ട്. ഒരു പേരൂടെ ഞാൻ പറഞ്ഞുതരാം, 2020 കമ്മീഷൻ. ഈ പേപ്പർ വേട്ടം അങ്ങോട്ട് എന്നാ മതി, അതുപോലെ എടുത്തോളൂ വരും. 2020 കമ്മീഷൻ, 2020യുടെ സെക്കൻഡ് പാർട്ട്, ഡയറക്റ്റഡ് ബൈ സുഭാഷ്. സുഭാഷ് അല്ല, സബാഷ്.